നമസ്കാരം. ഇന്നത്തെ എൻ്റെ ആപ്തവാക്യം, കൊടുത്താൽ കിട്ടും, കൊടുക്കുന്നതേ കിട്ടൂ. കൊടുത്താൽ കിട്ടും, കൊടുക്കുന്നത് മാത്രമേ കിട്ടൂ. എന്ത് കൊടുത്താലും കിട്ടും, അത് തിരികെ നമുക്ക് കിട്ടും. ആ കൊടുക്കുന്ന സാധനമേ കിട്ടൂ. ബാർട്ടർ സിസ്റ്റം ഇല്ല. അതായത് ഒരു സാധനം കൊടുത്താൽ മറ്റൊരു സാധനമല്ല കിട്ടുന്നത്, അതേ സാധനം തന്നെയാണ് ജീവിതത്തിൽ കിട്ടുന്നത്. നമ്മളൊരാളോട് വിശ്വാസ്യത പുലർത്തിയാൽ ആ വിശ്വാസ്യത തിരിച്ച് കിട്ടും. നമ്മളൊരാളോട് ഹീനമായി പെരുമാറിയാൽ ആ ഹീനമായുള്ള പെരുമാറ്റം മറ്റൊരാളിൽ നിന്ന് കിട്ടും. വെറുപ്പ് കാണിച്ചാൽ ആ വെറുപ്പ് തിരികെ കിട്ടും. ശത്രുത കാണിച്ചാൽ ശത്രുത തിരികെ കിട്ടും. ചതി കാണിച്ചാൽ ചതി തിരികെ കിട്ടും. അങ്ങനെ കൊടുക്കുന്നത് അതേപടിയോ അതിനിരട്ടിയായോ 100 മടങ്ങായോ തിരികെ കിട്ടും. അതൊരു ലോക തത്വമാണ്. ചതിയും വഞ്ചനയും പാരവെപ്പും അസൂയയും ഒക്കെ ചെയ്യുന്നവർ അവർക്ക് തന്നെ അത് തിരികെ ലഭിക്കും. അവർക്ക് തന്നെ അത് നാശം വിതയ്ക്കും. അവർ തന്നെ അതിനാൽ നശിക്കും. നന്നാവണോ, നല്ലത് കൊടുക്കുക, നല്ലത് വാങ്ങിക്കുക. അതിന് ഒരു പോസിറ്റീവ് എനർജിയുണ്ട്, അതിന് ഒരു നന്മയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ദുഷിച്ചാൽ നമ്മൾ മറ്റുള്ളവരാൽ ദുഷിക്കപ്പെടും. അതൊരു ലോക തത്വമാണ്. ചിലരുണ്ട്, രാവിലെ എഴുന്നേറ്റ് ആർക്ക് പാരയടിക്കണം, ആരെ ദ്രോഹിക്കണം, ആരെ കുഴിയിലാക്കണം, ആർക്കൊക്കെ വിഷമമുണ്ടാക്കണം എന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഒരു മനസുഖം, ഒരു സന്തോഷം, അതാണ് അവരുടെ സ്വഭാവം, അവരുടെ ജന്മസ്വഭാവം. അവർക്കെന്ത് കിട്ടും? അതേ നാശം, അതേ കാര്യം മറ്റുള്ളവരിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മളോടൊരാൾ ഹീനമായി പെരുമാറിയാൽ നമുക്ക് വലുതായിട്ടൊന്നും സംഭവിക്കണമെന്നില്ല. അത് തിരികെ അവർക്ക് തന്നെ കിട്ടും. ചിലരുണ്ട് പ്രാകുന്നവർ, മുടിഞ്ഞു പോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാകുന്നവർ. ആ പ്രാക്ക് അവർക്ക് തിരികെ ലഭിക്കും. ആ പ്രാക്ക് 10 മടങ്ങായിട്ട് തിരികെ വരും. ചിലരുണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് അവന് ദോഷം പറയണേ, ഇവന് ദോഷം പറയണേ, ഒരു പ്രയോജനവുമില്ല. അവർക്ക് തന്നെ ദോഷം വരും. എനിക്ക് നന്മ വരുത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ള ഒരാളെ മുടിപ്പിച്ച് നമുക്ക് തുല്യരാക്കുകയല്ല വേണ്ടത്. നമ്മൾ വളർന്ന് മറ്റുള്ളവർക്ക് ഉപ്പവെത്തുക, അതാണ് വേണ്ടത്. മറ്റുള്ളവർ നശിച്ച് നമ്മുടെ തുല്യമാവണമെന്ന് ചിന്തിക്കരുത്. നമുക്ക് അവരെപ്പോലെ ഉയരണം, അവരെപ്പോലെ വലുതാവണം, അവരെക്കാൾ വലുതാവണം, അല്ലെങ്കിൽ നമുക്ക് വലുതാവണം. മറ്റുള്ളവരുടെ പാത്രത്തിൽ നോക്കാതെ, മറ്റുള്ളവരുടെ അന്നം നോക്കാതെ, നമ്മുടെ പാത്രത്തിൽ മാത്രം നോക്കി നമ്മൾ ജീവിച്ചാൽ നമുക്ക് സുഖമേകും. ആ സുഖം എന്നും നിലനിൽക്കുകയും ചെയ്യും. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ചിന്തിക്കുക. നമുക്കും നന്മ വരട്ടെ എന്ന് ചിന്തിക്കുക. ആർക്കും നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദോഷം വരണേ എന്ന് പ്രാർത്ഥിക്കരുത്, ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി പെരുമാറരുത്. നമുക്ക് ശത്രുതയുള്ളവരുടെ കാര്യമല്ല. ശത്രുതയുള്ളവർക്ക് ദോഷം വരണേന്ന് മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. പക്ഷേ അല്ലാതെ സാധാരണ മനുഷ്യർക്ക് ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കരുത്, പ്രവർത്തിക്കരുത്. നന്ദി, നമസ്കാരം.